നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന 2025 മെയ് മാസം 14 വ്യാഴം രാശി മാറുകയാണ്. വ്യാഴൻ്റെ ഈ രാശിമാറ്റം മേടക്കൂറുകാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. ഇടവം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ മിഥുനം രാശിയിലേക്ക് വരുന്നത്. മേടക്കൂറുകാരുടെ 3ാം ഭാവമാണ് മിഥുനം രാശി. ചാരവശാൽ വ്യാഴം 3-ൽ വരുന്നത് നന്നല്ല. വ്യാഴം 3-ൽ വരുമ്പോൾ മനോദുഃഖം, കാര്യതടസ്സം, സ്ഥാനഭ്രംശം, തൊഴിൽ നഷ്ടം, രോഗങ്ങൾ മുതലായ ഫലങ്ങൾ നൽകുന്നു എന്നാണ് പൊതുവായ അഭിപ്രായം. നമുക്കിന്ന് മേടക്കൂറുകാർക്ക് 3ാമത്തെ രാശിയായ മിഥുനം രാശിയിൽ വ്യാഴം വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെ വിശദമായി പരിശോധിച്ചു നോക്കാം. മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ്. ബുധനും വ്യാഴനും ശത്രുക്കളാണ്. അങ്ങനെ നോക്കുമ്പോൾ വ്യാഴം ഇപ്പോൾ തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിലേക്കാണ് വരുന്നത്. ശത്രുരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ഒരിക്കലും നല്ല ഒരു ഫലം നൽകാനിടയില്ല. മാത്രമല്ല, മേടം രാശിക്കാരുടെ 3ാം ഭാവത്തിലുമാണല്ലോ വ്യാഴം ഇപ്പോൾ വരുന്നത്. പക്ഷേ ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. വ്യാഴന് ഒരു പ്രത്യേകതയുള്ളത്, വ്യാഴൻ ഏത് ഭാവത്തിൽ വന്നാലും ആ ഭാവത്തിന് ശുഭത്വം കൊടുക്കുന്നു. മാത്രമല്ല, ആ ഭാവത്തെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, മിഥുനം വ്യാഴൻ്റെ ശത്രുവായ ബുധൻ്റെ രാശിയാണെങ്കിലും ഇവിടെ നിൽക്കുന്ന വ്യാഴനെക്കുറിച്ച് തൻ്റെ ഗ്രന്ഥമായ ഹോരാശാസ്ത്രത്തിൽ ശ്രീ വരാഹമിഹിരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ധാരാളം ഗൃഹസാമഗ്രികൾ, അതുപോലെ പുത്രന്മാർ, സുഹൃത്തുക്കൾ, മന്ത്രിപദവി, സുഖകരമായി ജീവിതം നയിക്കുന്ന അവസ്ഥ എന്നിവയൊക്കെയാണ്. വ്യാഴം തൻ്റെ നീചക്ഷേത്രമായ മകരത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ആചാര്യൻ വ്യാഴത്തിൻ്റെ ഗുണങ്ങളെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. വ്യാഴം 3-ൽ സഞ്ചരിക്കുമ്പോൾ മുറവിളിക്കൂട്ടും എന്ന ഒരു ചൊല്ലുണ്ട്. എന്നാൽ അത് 100% ശരിയല്ല. ഒരു ഗ്രഹം ഏതെങ്കിലും ഒരു ഭാവത്തിൽ വരുമ്പോൾ ആ ഗ്രഹം ജാതകന് ആരാണ് എന്നുകൂടി നോക്കണം. എന്നിട്ടേ ഒരു ഫലം പറയുവാൻ പാടുള്ളൂ. ഇവിടെ മേടക്കൂറുകാരുടെ ഫലം പറയുമ്പോൾ വ്യാഴം ഇവരുടെ 9ഉം 12ഉം ഭാവാധിപനാണ്. 9ാം ഭാവാധിപൻ ലഗ്നാധിപനെ പോലെയാണ്. അത് ഒരു പാപഗ്രഹമാണെങ്കിൽ പോലും ആ ജാതകനെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ മാത്രമേ നൽകാറുള്ളൂ. വ്യാഴന് 9ഉം 12ഉം ആധിപത്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ 9 വ്യാഴൻ്റെ മൂലക്ഷേത്രമാണ്. അതിനാൽ ഇവർക്ക് വ്യാഴൻ എവിടെ നിന്നാലും കൂടുതലും 9ാം ഭാവത്തിൻ്റെ ഫലമേ ചെയ്യുകയുള്ളൂ. 12ാം ഭാവത്തിൻ്റെ ഫലം വളരെ കുറച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. 9ാം ഭാവത്തെക്കുറിച്ച് പ്രശ്നമാർഗാചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാഗ്യധർമ്മദയ പുണ്യ തപസ്താത സുധാത്മജ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാതമി എന്നാണ്. 9ാം ഭാവാധിപൻ ഭാഗ്യാധിപനാണ്, ധർമാധിപനാണ്. അത് എവിടെ നിന്നാലും ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നല്ല ഫലങ്ങൾ മാത്രമേ ജാതകന് അനുഭവത്തിൽ കൊടുക്കാറുള്ളൂ. മിഥുനം രാശി കാലപുരുഷൻ്റെ 3ാമത്തെ രാശിയാണ്. മേടക്കൂറുകാരുടെയും 3ാമത്തെ രാശിയാണ് മിഥുനം രാശി. 3ാം ഭാവം നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ ഭാവമാണ്. നമ്മുടെ ഓർമ്മശക്തി, ധൈര്യം, സാമർഥ്യം, സാഹസികത ഇതെല്ലാം സൂചിപ്പിക്കുന്നത് 3ാം ഭാവമാണ്. വ്യാഴം 3-ൽ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശുഭഫലം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് 3ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ധൈര്യവും നിശ്ചയദാർഢ്യവുമെല്ലാം കൈവരുന്നു. ഈ കാലഘട്ടത്തിൽ പതിവിലും കവിഞ്ഞ ആത്മവിശ്വാസവും നമുക്കുണ്ടാകുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ധൈര്യം 3-ലെ വ്യാഴം ഒരു വ്യക്തിക്ക് നൽകുന്നു. 3ാം ഭാവം കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാവമാണല്ലോ. അപ്പോൾ വ്യാഴം 3-ൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ കൂറുകാർക്ക് അമിതമായ താല്പര്യം ഉണ്ടാകുന്നതാണ്. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മീഡിയ, ജേർണലിസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർ, അഡ്വക്കേറ്റുമാർ, അസ്ട്രോളജർമാർ ഇവർക്കൊക്കെ തൊഴിൽ രംഗത്ത് വളരെ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. പാട്ടുകാർ, എഴുത്തുകാർ, സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ അനുകൂലമായ കാലമായിരിക്കും ഇത്. നല്ല രീതിയിൽ ടീം വർക്കുകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. ഇപ്പോൾ പലർക്കും ചെറിയ ചെറിയ യാത്രകളോ അല്ലെങ്കിൽ വലിയ യാത്രകൾ തന്നെയോ ചെയ്യുവാനിട വരും. വിദേശ യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നവർക്കും ഇത് അനുകൂലമായ കാലമാണ്. പ്രത്യേകിച്ചും ഉപരിപഠനങ്ങൾക്കായി വിദേശത്ത് പോകാനിരിക്കുന്ന കുട്ടികൾക്ക്. സംസാരിച്ചുകൊണ്ട് തൊഴിൽ ചെയ്യേണ്ടി വരുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ബാങ്കിംഗ്, അക്കൗണ്ടിംഗ് മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയം തന്നെയാണ്. 3-ൽ സഞ്ചരിക്കുന്ന വ്യാഴൻ്റെ 5ാമത്തെ ദൃഷ്ടി നിങ്ങളുടെ 7ാം ഭാവത്തിൽ പതിയുമ്പോൾ അത് നിങ്ങളുടെ ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ശുഭഫലം തന്നെ തരുന്നതാണ്. ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമായ കാലഘട്ടമായിരിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശ തൊഴിൽ ചെയ്യുന്നവർക്കും ഇത് അനുകൂലം തന്നെയാണ്.
ഇപ്പോൾ വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അനുയോജ്യമായ ഒരു വിവാഹബന്ധം ഒത്തുവരുവാനും വിവാഹം നടക്കുവാനുമൊക്കെ അനുകൂലമായ സമയമാണ്. 3-ൽ നിന്നുകൊണ്ട് വ്യാഴം 9-ാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ ഇവിടെ വ്യാഴൻ 9-ാം ഭാവാധിപനാണ്. 9-ാം ഭാവാധിപൻ 9-ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ അത് നമ്മുടെ ഭാഗ്യാനുഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ്. മനസ്സിൽ ധർമ്മചിന്ത ഉണർന്നു വരുന്ന ഒരു കാലഘട്ടവുമായിരിക്കും ഇത്. ആത്മീയപരമായ ചിന്തകളും ആധ്യാത്മികമായ ചിന്തകളും നമ്മെ നേർവഴിക്ക് നയിക്കുന്ന കാലഘട്ടവുമായിരിക്കും. പിതാവിനും പിതൃതുല്യരായ ആൾക്കാർക്കും ഗുരുജനങ്ങൾക്കും ഇത് അഭിവൃദ്ധിയുടെ കാലമായിരിക്കും. അവരുടെയൊക്കെ ആശീർവാദം ലഭിക്കുന്ന സമയവുമാണിത്. മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകാം. പലർക്കും മതപരമായ കാര്യങ്ങൾ പഠിക്കുവാനും അവസരം ലഭിച്ചു എന്നും വരാം. വ്യാഴൻ്റെ ദൃഷ്ടി നമ്മുടെ 11-ാം ഭാവത്തിൽ പതിയുമ്പോൾ നമുക്ക് പല ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെയും സാധ്യതകളെയാണ് അത് കാണിച്ചു തരുന്നത്. മാത്രമല്ല, തൊഴിലിൽ നിന്നും നല്ലൊരു വരുമാനവും ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മൂത്ത സഹോദരങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുവാനും സുഹൃത്തുക്കളുമായിട്ട് നല്ലൊരു സൗഹൃദം ഊട്ടിയുറപ്പിക്കുവാനും ഈ വ്യാഴമാറ്റം നിങ്ങളെ സഹായിക്കുന്നു. ഓൺലൈൻ വഴി കോഴ്സുകൾ പഠിക്കുന്നവർക്കും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ഇത് വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഇതൊക്കെ തന്നെയാണെങ്കിലും 3-ലെ വ്യാഴം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും തരുന്നതാണ്. അതിൽ പ്രധാനമായും നമുക്ക് ഈ കാലത്ത് മാനസികമായും ശാരീരികമായും ഒരു സുഖക്കുറവ് അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് നമ്മുടെ ചിലവുകളാണ്. നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വീടിൻ്റെ പണികൾക്ക് വേണ്ടിയോ അതുമല്ലെങ്കിൽ വാഹനങ്ങൾക്ക് വേണ്ടിയോ ചിലവുകൾ വന്നു ചേരാം. ജോലി സംബന്ധമായി ധാരാളം അലച്ചിലുകൾ ഉണ്ടാകാം. ബന്ധുക്കളുമായിട്ട് ചില അസ്വാരസ്യങ്ങളും ഇപ്പോൾ ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ഇൻബാലൻസിങ് ഉണ്ടാകുന്ന കാലമാണിത്. പണമിടപാടുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ആരോഗ്യസ്ഥിതിയും ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് രാത്രി ഉറക്കക്കുറവും അനുഭവപ്പെട്ടു എന്നും വരാം. ഓൺലൈൻ അല്ലാതെ നേരിട്ട് ഡിഗ്രികൾ പോലെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടാം. എന്നാൽ പഠനത്തിനായി വിദേശത്ത് പോകുന്ന കുട്ടികൾക്ക് അനുകൂലമായ സമയവുമായിരിക്കും ഇത്. ഈ വരുന്ന 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10:36 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് വ്യാഴൻ രാശി മാറുമ്പോൾ മേടക്കൂറിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓരോരുത്തരുടെയും ജാതകത്തിലെ വ്യാഴൻ്റെ സ്ഥിതി അനുസരിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ചും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യത്യാസം വരാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.